സോദോം ഗോമോറ എന്നീ പേരുകൾ നമ്മുടെ ആധുനിക സമൂഹത്തിലെ ഉപപദങ്ങളാണ്. പ്രത്യേകിച്ച് ദുഷ്ടമായ സ്ഥലത്തെ സോദോമും ഗോമോറയും എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് സോദോമി എന്ന നിയമപരമായ പദമുണ്ട്. ഈ സൂചനകൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ നാളുകളിൽ നടന്ന സംഭവങ്ങളുടെ ബൈബിൾ വിവരണത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. സോദോമിൻ്റെയും ഗോമോറയുടെയും അവസാന നാളുകളിൽ രണ്ട് അഗാധകരമായ സംഭവങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നു. 4 മെസൊപ്പൊട്ടേമിയൻ രാജാക്കന്മാരുടെ കൂട്ടുകെട്ട് സമതല നഗരങ്ങളെ ആക്രമിച്ച് പരാജയപ്പെടുത്തി. 4 രാജാക്കന്മാരും സോദോമിലെയും ഗോമോറയിലെയും എല്ലാ വസ്തുക്കളും അവരുടെ ഭക്ഷണവും പിടിച്ചെടുത്തു. അവർ അബ്രഹാമിൻ്റെ അനന്തരവൻ ലോത്തിനെയും അവൻ്റെ സ്വത്തുക്കളെയും തട്ടിക്കൊണ്ടുപോയി. ഉൽപ്പത്തിയിൽ നൽകിയിരിക്കുന്ന കാലക്രമ വിവരങ്ങളിൽ നിന്ന് മെസൊപ്പൊട്ടേമിയയിലെ രാജാക്കന്മാർ സോദോമിലും ഗോമോറയിലും കൊള്ളയടിക്കുന്നതും നഗരങ്ങളുടെ അവസാന നാശവും തമ്മിലുള്ള സമയദൈർഘ്യം ഏകദേശം കണക്കാക്കാൻ കഴിയും. അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോൾ ഹാരാൻ പട്ടണം വിട്ടുപോയി. 85 വയസ്സായപ്പോൾ മിസ്രയീം ദാസിയായ ഹാഗാർ ഗർഭം ധരിച്ചു. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ സാറയുടെ ഗർഭധാരണ സമയത്ത് സോദോമും ഗോമോറയും നശിപ്പിക്കപ്പെട്ടതിനാൽ മെസൊപ്പൊട്ടേമിയയിലെ രാജാക്കന്മാർ സോദോമും ഗോമോറയും കൊള്ളയടിച്ചത് സർവനാശത്തിന് 14 മുതൽ 24 വർഷത്തിന് മുമ്പാണ്. പഴയ നിയമത്തിൻ്റെ ആന്തരിക കാലഗണന ഉപയോഗിച്ച് സമതല നഗരങ്ങളുടെ നാശത്തിൻ്റെ തീയതി കണക്കാക്കാം. ദൈവം അബ്രഹാമിനോടും സാറയോടും ഇസഹാക്കിൻ്റെ ജനനത്തെക്കുറിച്ച് നാശത്തിനു മുമ്പ് പറഞ്ഞതിനാൽ ഇസഹാക്കിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി 1450 BC-യിലാണ് പുറപ്പാട് സംഭവിച്ചതെന്ന് കരുതുകയാണെങ്കിൽ സോദോം ഗോമോറയുടെ നാശം ഏകദേശം 2070 BC-യിൽ സംഭവിച്ചിരിക്കാം. പ്രഖ്യാപനം കഴിഞ്ഞ് ഏകദേശം 1 മാസത്തിന് ശേഷമാണ് ഗർഭധാരണം നടന്നതെന്ന് അനുമാനിക്കുകയാണെങ്കിൽ അത് മാലാഖമാരുടെ സന്ദർശനം സ്ഥാപിക്കും. അങ്ങനെ വസന്തത്തിൻ്റെ അവസാനത്തിലോ വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിലോ സോദോം ഗോമോറയുടെ നഗരങ്ങളുടെ നാശം സംഭവിച്ചിരിക്കാം.